തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനമെന്നാണോ ഇനി വിശേഷിപ്പിക്കേണ്ടത്? അതെ, അതിരൂക്ഷമായ വിമർശനമാണ് BJPയിലേക്ക് പോയ പത്മജയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ പറഞ്ഞിരിക്കുന്നത്. ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ്, പക്ഷേ പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി ഇനി പത്മജ അറിയപ്പെടുമെന്നാണ് രാഹുൽ പറയുന്നത്. കഷ്ടം, കരുണാകരനെ വരെ പറയിക്കാൻ പിറന്ന മകളാണെന്ന് അറിയാതെ പറഞ്ഞു പോകും ഈ പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ. നേരെ കണ്ടാൽ രണ്ടും രണ്ടു വഴിക്ക് പോകും. അതാണ് കരുണാകരൻ്റെ മക്കൾ എന്നും മുരളീധരനും പത്മജ വേണുഗോപാലും. കോൺഗ്രസ് പാർട്ടിയിൽ കിടന്ന് കരുണാകരൻ പയറ്റിയ തന്ത്രങ്ങളൊക്കെ പഴഞ്ചനായി. ഇപ്പോഴിതാ മക്കൾ രണ്ടുപേരും കൂടി പുതിയ അംഗത്തിന് ചുവട് വയ്ക്കുന്നു. അതിൽ പത്മജയാകട്ടെ കോൺഗ്രസിന്റെ അടിവേരില്ലെങ്കിലും BJPയിൽ പോയി പത്മദളം വിരിക്കാനുള്ള ആശയിലാണ്. കോൺഗ്രസിൽ ഒന്നുമല്ലാതിരുന്ന പത്മജയ്ക്ക് BJP നൽകിയിരിക്കുന്ന ഓഫർ ഒരൽപ്പം വലുതാണ്. കേരള ഗവർണർ പദവി, അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം, പിന്നെ എവിടെ നിന്നെങ്കിലും രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രനെ മാറ്റി BJP സംസ്ഥാന അധ്യക്ഷ പദവി. പക്ഷേ പത്മജയ്ക്കറിയില്ല എന്ന് തോന്നുന്നു, സഹോദരൻ മുരളീധരനേക്കാൾ പക ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ആളാണ് സുരേന്ദ്രനെന്ന്. വെട്ടെന്ന് മുറിരണ്ട്. അങ്ങനെ സുരേന്ദ്രൻ വെട്ടിയപ്പോൾ ചിറകറ്റി വീണതാണ് PC ജോർജ്. ഇപ്പോഴിതാ പൂഞ്ഞാറിൽ സുഖചികിത്സയിലാണ്. പത്മജ അതൊന്ന് ഓർത്തു വച്ചേക്കണം. ലീഡർ കരുണാകരൻ്റെ മരണത്തിന് മുമ്പ് തന്നെ പത്മജയും മുരളിയും അകന്നതാണ്. രണ്ടുപേരും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുമാണ്. മിണ്ടിയിട്ടും പറഞ്ഞിട്ടും ഏറെ കാലമായി. എന്നിട്ടും ഇതാ മുരളീധരൻ പറയുന്നു BJP പ്രവേശന വാർത്ത അറിഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. കേട്ടാൽ ഒരു കോൺഗ്രസ്സുകാരും വിശ്വസിക്കില്ല. ഇരുവരും തമ്മിൽ ഓച്ചിറ പടനിലത്തിലെ അംഗം തന്നെയാണ് എന്നും നടന്നു വന്നത്. അത് പണ്ട് I വിഭാഗത്തിലെ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും വ്യക്തമായി അറിയാം. തിരുവനന്തപുരത്തെ ജവഹർ നഗറിലെ ലീഡർ കരുണാകരൻ്റെ വാടക വീട്ടിൽ കിടന്നുള്ള രണ്ടുപേരുടെയും അടി. എത്ര ടെലിഫോണുകളാണ് ഇരുവരും മത്സരിച്ച് അടിച്ചു പൊട്ടിച്ചതെന്ന് അവിടുത്തെ സന്തത സാഹചര്യത്തിൽ എണ്ണമെടുത്തിട്ടുണ്ട്. എല്ലാം കണ്ട് മൂകനായി സാക്ഷിയായി പാവം കരുണാകരൻ അങ്ങനെ കസേരയിൽ നോക്കിയിരിക്കുമായിരുന്നു. അവസാന നാളുകളിൽ ഇതൊക്കെ കാണുവാനായിരുന്നു ഇത്രകാലം ഗുരുവായൂരപ്പനെ മാത്രം വിളിച്ചു നടന്ന ഇന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ അതികായൻ്റെ വിധി. അച്ഛൻ്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിന് ചൊല്ലിയൊന്നുമല്ലായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കം. I ഗ്രൂപ്പിലെ മന്ത്രിമാർക്ക് കീഴിലെ വിവിധ വകുപ്പുകളിലെ നിയമനങ്ങൾ, ഭരണം, ഇതിലെ പരസ്പര കൈകടത്തലുകൾ എല്ലാം ഓരോ അടിക്കുള്ള കാരണങ്ങളായി ദിവസവും മാറി. പിന്നെ പത്മജയുടെ കഷ്ടകാലം തുടങ്ങി. മുകുന്ദപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും 8 നിലയിൽ പൊട്ടി. ഇതോടെ ലീഡറുടെ മകൾ പത്മജ കോൺഗ്രസിൽ ഒന്നുമല്ലാതായി. ഇതിനൊക്കെ കാരണക്കാരൻ മുരളീധരനാണെന്നാണ് പത്മജ ഇന്നും വിശ്വസിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിന് കേരളത്തിൽ വന്നപ്പോൾ തുറന്ന ജീപ്പിൽ കയറാൻ നോക്കി പ്രവർത്തകർ വലിച്ചു താഴെയിട്ടു. പിന്നീട് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പത്മജയുടെ വാക്കുകളായി തന്നെ പുറത്തു വന്നു. കോൺഗ്രസിൽ നിൽക്കണ്ട എന്ന തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ താൻ എടുത്തിരുന്നു. BJPയുമായി സംസാരിച്ചത് അടുത്തിടെ. എന്നെ നാണം കെടുത്തി ഈ കോൺഗ്രസ്സുകാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റായ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തി. ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു പോസ്റ്റർ വച്ചാൽ അതിൽ പത്മജ ഇല്ല, താൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. അപ്പോഴേക്കും മുരളീധരൻ്റെ രാശി തെളിയുകയായിരുന്നു. വട്ടിയൂർക്കാവിൽ നിന്നും മിന്നും ജയത്തോടെ MLA, പിന്നെ വടകരയിൽ നിന്നും MP. TP ചന്ദ്രശേഖരൻ സദാവ മുരളി നന്നായെന്ന് മുതലാക്കി. പിന്നെ 3 വട്ടം മത്സരിച്ചിട്ടും പത്മജ തോറ്റു എന്ന് പറഞ്ഞില്ലേ? അതിന് പത്മജയ്ക്ക് വ്യക്തമായ കാരണമുണ്ട്. പത്മജ ഇങ്ങനെ പറയുന്നു: 20ൽ 19 പേരും തോറ്റപ്പോഴാണ് ആദ്യമായി സീറ്റ് കിട്ടിയത്. പിന്നെ 2 പ്രാവശ്യം സീറ്റ് തന്നപ്പോഴും ഇടത് തരംഗം, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനെ. ഇത്രയും കാലം കുടുംബത്തിനുള്ളിലെ കോൺഗ്രസിനുള്ളിലെ ആ പത്മജ മുരളീധരൻ ഫൈറ്റിനെ കോൺഗ്രസ് BJP തലത്തിലേക്ക് മാറും. മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ്: 52,000 വോട്ടിന് കരുണാകരൻ ജയിച്ച മുകുന്ദപുരത്ത് 1.5 ലക്ഷം വോട്ടിനാണ് പത്മജ നമ്പാടനോട് പരാജയപ്പെട്ടത്. 12,000 വോട്ടിന് തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച സീറ്റിൽ 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ തൃശ്ശൂരിൽ ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. പത്മജ വളർത്തി വലുതാക്കിയത് പാർട്ടിയാണ്. KTDC അധ്യക്ഷ വരെയാക്കി. ഇങ്ങനെയുള്ള കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്നൊരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്നും മുരളീധരൻ പറയുന്നു. എന്തായാലും BJPയിലേക്ക് പോയ പത്മജയ്ക്ക് അവർ നൽകിയിരിക്കുന്ന ഓഫർ ഒന്നുകിൽ ഗവർണർ പദവി, അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി അധ്യക്ഷ പദവി എന്നത് തന്നെയാണ്. പത്മജയിൽ എല്ലാം അവസാനിക്കുന്നില്ല എന്ന് വ്യക്തം. പത്മജയെ കൂടാതെ 3-4 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുമെന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ അവർക്ക് ഏതൊക്കെ പദവികൾ BJP നൽകും? കാത്തിരുന്ന് കാണാം.